അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രേമുള്ള സഹോദരങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 108-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, അതിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗം, അതിൽ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരാവകാശം, അധികാരമണ്ഡലം അവന് മാത്രമുള്ളതാണ്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒരു രക്ഷാധികാരിയോ ഒരു സഹായിയോ ഉണ്ടായിരിക്കില്ല. ഇന്ന് നൽകുന്ന വിശദീകരണത്തിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു അധികാരിയോ രക്ഷാധികാരിയോ ഒരു സഹായിയോ ഉണ്ടായിരിക്കുകയില്ല എന്നത് സംബന്ധമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, ദ സെക്കൻഡ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ വേഴ്സ്, ഈ വചനത്തിലെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഡീൽസ് വിത്ത് ദ ഫാക്ട്സ്, അത് കൈകാര്യം ചെയ്യുന്നത് ഒരു വസ്തുതയെ സംബന്ധിച്ചാണ്. അതായത് ദാറ്റ് അല്ലാഹ് മെയ്ഡ് ദ ജ്യൂസ് റിയലൈസ്, അള്ളാഹു തആല ജൂതന്മാരെ ബോധ്യപ്പെടുത്തുകയാണ്, ദാറ്റ് ഇറ്റ് വുഡ് ബി ബെറ്റർ, അവർക്ക് നല്ലത്, ഫോർ ദം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലത്, ഇഫ് ദേ എംബ്രേസ്ഡ് ഇസ്ലാം, അവർ ഇസ്ലാം ആശ്ലേഷിക്കുക എന്നതാണ് അവർക്ക് ഏറ്റവും നല്ലതായ കാര്യം. ഫോർ ഇഫ് നോട്ട്, ഇനി അവരത് ചെയ്യുന്നില്ല എങ്കിൽ, ദേ വുഡ് ഹാവ് നോ കോംറേഡ് നോർ ഹെൽപ്പർ അഗൻസ്റ്റ് അള്ളാഹ്, അള്ളാഹുവിനെ കൂടാതെ ദേ വുഡ് ഹാവ് നോ കോംറേഡ്, അവർക്ക് ഒരു കൂട്ടാളിയും ഉണ്ടാകുന്നതല്ല, നോർ ഹെൽപ്പർ, ഒരു സഹായിയും ഉണ്ടാകുന്നതല്ല, എഗൻസ്റ്റ് അള്ളാഹ്, അള്ളാഹുവിനെതിരിൽ മറ്റാരെങ്കിലും അവർക്കൊരു കൂട്ടാളിയായിട്ടോ ഒരു സഹായിയായിട്ടോ അവർക്കുണ്ടാവും എന്നവർ പ്രതീക്ഷിക്കേണ്ട. അള്ളാഹ് ഈസ് ദ സോൾ വൺ, അള്ളാഹു തആല ആണ് ഒരേ ഒരുവൻ, ടു ബി ഗാർഡിയൻ ഓവർ ദം, അവരുടെ സംരക്ഷണ ചുമതല അള്ളാഹുവിന് മാത്രമാണ്, മറ്റാർക്കും നിങ്ങളെ സഹായിക്കുവാനോ രക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന് പറയും. ഇഫ് ദേ റിജക്റ്റ് ഇസ്ലാം, ഇനി ഇസ്ലാമിനെ അവർ തള്ളിക്കളയുകയാണെങ്കിൽ, നിരസിക്കുകയാണെങ്കിൽ, ആൻഡ് ദ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് റെവലേഷൻ ഓഫ് ദ ഖുർആൻ, സമ്പൂർണവും പരിപൂർണവുമായ ആ ഖുർആനിക വെളിപാടുകളെ അവർ തള്ളിക്കളഞ്ഞാൽ, ഇറ്റ് വുഡ് ബി ടു ദെയർ ലോസ്, തീർച്ചയായിട്ടും ഇത് അവരുടെ നഷ്ടം തന്നെയായിരിക്കും. ദേ വുഡ് നോട്ട് ഹാവ് അല്ലാഹ് ആക്ട് ഇൻ ദെയർ ഫേവർ, അള്ളാഹു തആല അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയില്ല. ആൻഡ് തസ് ദേ വുഡ് ബി ലെഫ്റ്റ് ആൾ അലോൺ, അങ്ങനെ അവർ ഒറ്റയ്ക്കായി പോവും. ഇൻ ദെയർ ഡിബാച്ചറീസ് ആൻഡ് മെക്കിനേഷൻസ്, അവരുടെ അമിത ഭോഗങ്ങളിലും അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിയായ ദുരാചാരങ്ങളിലും ഉപജാപങ്ങളിലും ഗൂഢാലോചനകളിലും അവർ ആപതിച്ചു പോകുന്നതാണ്. ഇത് ജൂതന്മാരെ സംബന്ധിച്ചാണ് ഈ കാര്യം ഇങ്ങനെ പറയുന്നതെന്ന് ഖലീഫത്തുള്ള പറയുന്നു.
ജൂത മനസ്ഥിതിയുള്ള ഏതൊരു മനുഷ്യനെയും വിശുദ്ധ ഖുർആനെയും വിശുദ്ധ അധ്യാപനങ്ങളെയും വിട്ടുകളഞ്ഞാൽ, തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു സഹായിയോ ഒരു രക്ഷാധികാരിയോ ഉണ്ടാകുന്നതല്ല എന്നും, പിന്നീട് എന്തിലായിരിക്കും കഴിഞ്ഞുകൂടുന്നത്? ദേ വുഡ് ബി ലെഫ്റ്റ് ഓൾ അലോൺ ഇൻ ദെയർ ഡീബാച്ചറീസ് ആൻഡ് മെക്കനേഷൻസ്. ഉപജാപങ്ങളിലും, അതായത് ഗൂഢാലോചന നടത്തുക, മറ്റുള്ളവരെ ദുഷിച്ചും മോശപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു എടുത്തുമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകും. അതുപോലെ അമിത ഭോഗങ്ങൾ, ഭൗതിക സുഖസൗകര്യങ്ങൾ എത്രത്തോളം വർദ്ധിപ്പിക്കാം, എത്രത്തോളം സുഖകരമാക്കാം എന്നതിനെക്കുറിച്ചായിരിക്കും അവരുടെ ചിന്ത. അള്ളാഹുവുമായിട്ട് ചേർന്ന് അവനെ സ്തുതിച്ചുകൊണ്ട്, അവൻ്റെ മഹത്വത്തെ പ്രകീർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, അവനുമായി അടുത്ത് ലഭ്യമാകുന്ന ആ സുഖങ്ങൾ എല്ലാം അവർക്ക് അന്യമായി പോകുന്നു. അതാണ് അവർക്കൊരു സഹായിയും ഒരു രക്ഷാധികാരിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്ന് മാനവകുലത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ വിശുദ്ധ അധ്യാപനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞ മനുഷ്യർ 99.4% എന്ന് മനസ്സിലാവുന്നു. അവരെല്ലാം ഏകലോകത്തിലുള്ള ഈ കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ്. പക്ഷെ അനുവദിക്കപ്പെട്ട കുറച്ച് സമയം അവർക്ക് നൽകുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളും ജീവിക്കുന്നത്, നമുക്ക് ഈ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് മാറി ചിന്തിക്കുവാനും മാറി അതിനനുസരിച്ചുള്ള ഒരു ജീവിതക്രമം ക്രമപ്പെടുത്തുവാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ യൂതന്മാർ തന്നെ നമ്മൾ കേട്ടോ. അള്ളാഹ് ഈസ് കൺസോളിഡേറ്റിംഗ്, അള്ളാഹു താല ഇവിടെ ഫർദർ മോർ മാത്രമല്ല, അള്ളാഹ് ഈസ് കൺസോളിഡേറ്റിംഗ് ദ ബിലീവേഴ്സ് ബിലീഫ് ഇൻ ഹിം. ഈ വിശ്വാസികളുടെ വിശ്വാസം അവനിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് അള്ളാഹു അതിനെ ഒന്ന് ഏകീകരിച്ച് നോക്കുകയാണ്. യവന്മാരെല്ലാം, നമ്മളൊക്കെ കള്ളന്മാരായ നമ്മളെല്ലാം നല്ല വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം അത് മാത്രമല്ല, ഫർദർ മോർ അള്ളാഹ് ഈസ് കൺസോളിഡേറ്റിംഗ് ദ ബിലീവേഴ്സ് ബിലീഫ് ഇൻ ഹിം. ഈ വിശ്വാസികളുടെ വിശ്വാസം അവനിൽ എത്രത്തോളമുണ്ട് എന്നുള്ളത് അവൻ അതിനെ നോക്കി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇത് ഉണ്ടോ ഇല്ലയോ എന്ന്. ദാറ്റ് വെൻ ദേ ഹാവ് ഗ്രിപ്ഡ് ഫേംലി ഫെയ്ത്ത്സ് ഇൻ അള്ളാഹ്, അള്ളാഹുവിലുള്ള ആ വിശ്വാസം അവർ നല്ല മുറുകെ പിടിക്കുകയാണെങ്കിൽ, വെൻ ദേ ഹാവ് ഗ്രിപ്ഡ് ഫേംലി ഫെയ്ത്ത്സ്, വിശ്വാസത്തെ നിങ്ങൾ അതിശക്തമായി മുറുകെ പിടിച്ചോളൂ, അല്ലാതെ കൈവിട്ട് പൊക്കളയും. അള്ളാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അതുപോലെ അവൻ്റെ പ്രവാചകന്മാരുടെ വിശ്വാസം. ആൻഡ് ബോൺ വിറ്റ്നസ്, അതുപോലെ കൊണ്ടുവന്ന സത്യങ്ങളിൽ അവർ സാക്ഷ്യം വഹിക്കണം. ആൻഡ് ബോൺ വിറ്റ്നസ്, അവർ സാക്ഷികളായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഖുർആനുണ്ട്, ഈ ഖുർആൻ അതിന് ഒരു സാക്ഷിയായിരിക്കണം. ഇത് അള്ളാഹ് അയച്ചതാണ് എന്നും അള്ളാഹുവിൻ്റെ ദൂതന് ലഭിച്ചതാണ് എന്നും ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു ആളിനെ വിടുമെന്നും അങ്ങനെ വിട്ട ആളുകൾ വിശദീകരിക്കുന്നുണ്ട് എന്നും ഇതിനൊക്കെ അതിനെല്ലാം നിങ്ങൾ സാക്ഷിയായിരിക്കണം. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിലുള്ള വിശ്വാസം എത്രത്തോളം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് നോക്കുന്നു, അവൻ്റെ പ്രവാചകന്മാരിൽ എത്രത്തോളം വിശ്വാസമുണ്ട് എന്ന് നോക്കുന്നു. ആൻഡ് ബോൺ വിറ്റ്നസ് ദാറ്റ് അള്ളാഹ് ഈസ് ദ സോൾ ടു ഹെൽപ്പ് ദം, അതുപോലെ അവരെ സഹായിക്കുവാൻ അള്ളാഹു അല്ലാത്ത മറ്റൊരാളുമില്ല എന്ന സത്യവും അവർ ശരിക്കും അങ്ങനെ തന്നെയാണോ വിശ്വസിക്കുന്നത്? ആൻഡ് ഫെസിലിറ്റേറ്റ് തിങ്സ് ഫോർ ദം വെൻ ദേ ഗോയിങ് ഗെറ്റ്സ് ടഫ്, അവർ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് ആശ്വാസം പകർന്നുകൊണ്ട് കാര്യങ്ങൾ വരുന്നത് അവനിൽ നിന്നാണ്, അവനാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശ്വാസം എങ്ങനെയുണ്ട്? ആൻഡ് ഫെസിലിറ്റേറ്റ് തിങ്സ് ഫോർ ദം, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്നതും, വെൻ ദേ ഗോയിങ് ആൻഡ് ഗെറ്റ്സ് ടഫ്, അവരുടെ ജീവിതം വളരെ കഠിനതരമാകുമ്പോൾ, ദെൻ അള്ളാഹ് കംസ് ടു ദെയർ ഹെൽപ്പ്, അള്ളാഹു താല അപ്പോൾ അവരിലേക്ക് വരികയും അവരെ സഹായിക്കുകയും, ആൻഡ് ആക്ട്സ് ആസ് ദ പെർഫെക്റ്റ് ഗാർഡിയൻ, ഒരു സമ്പൂർണ്ണ രക്ഷാധികാരി എന്ന നിലയിൽ
അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആൻഡ് റിമൂവ്സ് ദം, അതുപോലെ അവരിൽ നിന്നും നീക്കം ചെയ്യുന്നു. ഫ്രം ദെയർ ഡിഫിക്കൽട്ടീസ്, അവരുടെ പ്രയാസങ്ങളെ അവൻ നീക്കം ചെയ്യുന്നു. റിമൂവിങ് വാട്ട് എവർ ബർഡൻസ് മേ ബി പുട്ട് ഓൺ ദെയർ ഷോൾഡേഴ്സ്, അവരുടെ ചുമലുകളിൽ എത്ര തന്നെ കഠിനതരമായ ഭാരങ്ങളാണ് വെച്ചിരിക്കുന്നതെങ്കിലും അവയെല്ലാം അവൻ നീക്കം ചെയ്യുന്നു. അപ്പോൾ കഷ്ടപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്ക് അതൊക്കെ നീങ്ങിപ്പോകും കേട്ടോ. ഇത് അവനിൽ അങ്ങ് ദൃഢമായി വിശ്വസിക്കുകയാണ്, അവൻ്റെ പ്രവാചകന്മാരിൽ ദൃഢമായി വിശ്വസിക്കുകയാണെങ്കിൽ, അവൻ അയച്ച വേദഗ്രന്ഥങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുകയാണെങ്കിൽ, അതവൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് നിങ്ങൾ എത്ര വലിയ പ്രയാസങ്ങളാണ് ഈ സമൂഹം നിങ്ങളുടെ മുകളിൽ ഇറക്കി വച്ചിരിക്കുന്നതെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നതിന് അള്ളാഹു താല സഹായിയായിട്ട് വരുമെന്ന് പറയുന്നു. അള്ളാഹു ഹാസ് പ്രോമിസ്ഡ്, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ദാറ്റ് ഹി വുഡ് മേക്ക് ദോസ് ഫെയ്ത്ത്ഫുൾ വൺസ്, അവൻ ഈ വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി വൺസ് ബിക്കംസ് മാസ്റ്റേഴ്സ്, ഈ വിശ്വാസികളോട് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിരിക്കുന്ന ബികം മാസ്റ്റേഴ്സ് ഓവർ ദ വേൾഡ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ നേതാക്കന്മാരായിത്തീരുമെന്ന്. ഈ രീതിയിലാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ ഈ പ്രയാസങ്ങളൊക്കെ സഹിക്കാനും അള്ളാഹെ എന്നുള്ള നിലയിലൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അള്ളാഹു താല പറയുകയാണ് വൺസ് അങ്ങനെയുള്ള ഫെയ്ത്ത്ഫുൾ വൺസ്, ഈ വിശ്വാസികളായ ആളുകൾ ബിക്കം മാസ്റ്റേഴ്സ് ഓവർ ദ വേൾഡ്, അവർ ലോകത്തിലെ നേതാക്കന്മാരായിത്തീരും. ആൻഡ് മേക്ക് ദം പ്രോഫിറ്റ്സ്, അതുപോലെ അവർ പ്രയോജനങ്ങൾ നേടുന്നതാണ്, കൊയ്യുന്നതാണ്. ബോത്ത് ദിസ് വെരി ലൈഫ്, അതായത് രണ്ട് ലോകത്തും, അതായത് ഈ ലോകത്തും ആൻഡ് ദ ലൈഫ് ടു കം, വരും ലോകത്തും അവർ അതിൻ്റെ അതിമഹത്തായ പ്രതിഫലങ്ങൾ നേടും. ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ മാറ്റേഴ്സ്, അതുപോലെ ഭൗതികമായ നിലയിലും ആത്മീയമായ കാര്യങ്ങളിലും അവർ സമുന്നതമായ സ്ഥാനത്തേക്ക് ഉയരുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. നമ്മളങ്ങനെ അങ്ങൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ജൂതന്മാരെ പോലെ ആയിപ്പോയിരുന്നു എങ്കിൽ, നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തി നോക്കി യഥാർത്ഥ വിശ്വാസികളെ പോലെ ആകാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവൻ്റെ പ്രത്യേകമായ സഹായവും അനുഗ്രഹവും വന്നെത്തും. നിങ്ങൾ ഈ ലോകത്തിലേക്ക് നമ്മൾ മറ്റുള്ളവരുടെ അടിമകളായിട്ട് നമുക്ക് പണിയെടുക്കേണ്ടി വരില്ല. നമ്മളെ ഉടമകളാക്കി അല്ലാഹു തആല മാറ്റുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. There is nobody to protect us except Allah. ഒരു കാര്യം തീർത്ത് മനസ്സിലാക്കിയിരിക്കണം, അല്ലാഹു അല്ലാതെ മറ്റൊരുവനും നിങ്ങളെ സംരക്ഷിക്കുവാനില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ പിതാവായാലും മാതാവായാലും മക്കളായാലും നമുക്കൊരു വേദന വന്നാൽ അയ്യോ മോനെ വേദനിക്കുന്നോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഉപ്പ അത് വേദനിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മ വേദന മാറ്റാൻ നമ്മളെ കൊണ്ട് വല്ലതും പറ്റുമോ? ഒക്കുകയല്ല. നമ്മൾക്ക് കൊണ്ടൊന്നും ആരെയും ഒന്നും ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ഒന്നും ഒരു കഴിവുമില്ല. കഴിവ് മുഴുവൻ അപ്പുറത്തിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഒരു ലൈറ്റ് ഇങ്ങോട്ട് തരികയാണെങ്കിൽ അത് വെച്ചുള്ള പ്രയോഗമല്ലാതെ നമ്മുടെ ഒന്നുമില്ലാത്ത വെറും തെണ്ടികളാണ് നമ്മൾ കേട്ടോ. അതുകൊണ്ട് ഉള്ളവൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്ന് അവൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിന്നാൽ നിങ്ങളെ ഈ ഭൂമിയിലെ രാജാക്കന്മാരാക്കി മാറ്റാവുന്ന മാസ്റ്റേഴ്സ് ഓഫ് ദ വേൾഡ്. മെറ്റീരിയൽ വേൾഡിലും അതുപോലെ സ്പിരിച്വൽ വേൾഡിലും നിങ്ങളാവും. അതിൻ്റെ രണ്ടിൻ്റെയും ഫലം നിങ്ങൾ ഇഹലോകത്തും നാളെ വരും ലോകത്തിലും നിങ്ങൾ അനുഭവിക്കുന്നു പറയുന്നു. നമുക്ക് ഈ വഴിയിലൂടെ യാത്ര തുടരാം. ഇൻഷാ അല്ലാഹ്. ദർ ഇസ് നോ ബഡി ടു പ്രൊട്ടക്റ്റ് അസ് എക്സെപ്റ്റ് അല്ലാഹ്. അള്ളാഹു അല്ലാതെ മറ്റാരും നമ്മെ സഹായിക്കാനില്ല. വി മസ്റ്റ് ഹാവ് ടോട്ടൽ കോൺഫിഡൻസ് ഇൻ അല്ലാഹ്. അള്ളാഹുവിൽ നമുക്ക് സമ്പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം. ആൻഡ് വി മസ്റ്റ് ഓൾ ബിയർ ഇൻ മൈൻഡ്, നമ്മളെല്ലാവരും നിശ്ചയമായും മനസ്സിലാക്കിയിരിക്കണം ദാറ്റ് ഒൺലി അല്ലാഹ് ഈസ് അവർ ഷീൽഡ്. അല്ലാഹു തആല മാത്രമാണ് നമ്മളുടെ ഷീൽഡ്, നമ്മുടെ ആശ്രയം, നമ്മുടെ അഭയം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഇത് വളരെ ജാഗ്രതയായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും അവനിൽ മാത്രം അഭയം തേടുകയും അവന് തൃപ്തി വരുന്ന വാക്കും പ്രവൃത്തിയുമായിട്ട് നമ്മുടെ ദിനരാത്രങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വി വിൽ ബി ദ മാസ്റ്റേഴ്സ് ഓഫ് ദ വേൾഡ്. നമ്മൾ ഈ ലോകത്തിലെ
നമ്മൾ രാജാക്കന്മാരായി നമ്മൾ രാജാക്കന്മാരായിട്ട് ആരെ കാണും? ഈ പന്ന രാജാക്കന്മാരുടെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. നമ്മളിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ നല്ല രാജാക്കന്മാരായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നൽകിയിരിക്കുന്ന ഈ അതിമഹത്തായ പാഠങ്ങളും ഈ വെളിച്ചവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തരുന്നതിന് വേണ്ടി അവൻ്റെ കാരുണ്യം വീണ്ടും വർഷിച്ചാണ് നമ്മളിലേക്ക് ഈ വചനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ തുടരുന്നതാണ്. അല്ലാഹു തആല ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ജീവിത സൗഭാഗ്യം നേടുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. നാളെ പുതിയ വചനവുമായിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ വിനീത സഹോദരൻ നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.